ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കുന്ന നേരം നിറ സേതിയെ നോക്കി. എന്തിയേ? അല്ല, നിന്റെ ജിത്തേട്ടൻ വല്ല സ്പെഷ്യലും കൊണ്ടുവരോ? ആൾക്കത് മാത്രമല്ലേ പണി. തൽക്കാലം മോള് പാത്രത്തിലുള്ളത് കഴിക്കി. വേറെ ഓപ്ഷൻ ഇല്ലെന്ന് കണ്ട് നിള പാത്രം ഓപ്പൺ ചെയ്ത് നോക്കി. ഹോസ്റ്റലിലെ ഫുഡാണ്. വേവ് കുറച്ചെടുത്ത വെള്ള അരിയുടെ ചോറും പയറുപ്പേരിയും രസവും അച്ചാറും. പറയുമ്പോൾ എന്താ അന്തസ്. രസവും പയറുപ്പേരിയും വായിൽ വെക്കാൻ കൊള്ളില്ല. പിന്നെ അച്ചാർ അടിപൊളിയാണ്. അത് പിന്നെ സ്വയം എടുക്കുന്നതായതുകൊണ്ട് എത്ര വേണേലും എടുക്കാം. ആ അച്ചാർ മാത്രമാണ് ആകെയുള്ള പ്രതീക്ഷ. എടി, ഈ അച്ചാറിന് ഇവിടെ നല്ല ഡിമാൻഡാണ്. ഞാൻ ഇത് കൊടുത്തു നല്ല വല്ല കറിയും കൊണ്ടുവരാം. ചോറിൽ പകുതി ഭാഗത്തോളം കിടക്കുന്ന അച്ചാർ നോക്കി നില എണീറ്റു. നീ എന്തേലും ചെയ്യ്, എനിക്കിത് മതി. ഹോ, സ്വന്തമായി 3 ഹോട്ടലുള്ള ഞാനാ ഇപ്പോൾ കറിക്ക് തെണ്ടേണ്ടി വരുന്ന അവസ്ഥ. സ്വയം പറഞ്ഞുകൊണ്ട് നില എണീറ്റ് പോകുന്നത് കണ്ട് സേതി ചിരിച്ചു. കഴിഞ്ഞ വർഷം മുഴുവനും നിലയുടെ അമ്മമ്മയുടെ ഫുഡിൻ്റെ പങ്ക് പറ്റാൻ എല്ലാവരും ഇങ്ങോട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവളുടെ പോക്ക് നോക്കി സേതി ഓർത്തു. പക്ഷേ നിലയ്ക്കതൊന്നും ഒരു വിഷയമേ അല്ല. ഒരാളോടും വേർതിരിവ് കാണിക്കാതെ ഒരുപോലെ ഇടപഴകുന്ന അവളെ എല്ലാവർക്കും കാര്യമാണ്. സേതി കഴിച്ചു കഴിയാറായപ്പോഴേക്കും നില തിരിച്ചു വന്നിരുന്നു. ഇപ്പോൾ പ്ലേറ്റിൽ മുട്ട വറുത്തതും ഗ്രീൻ പീസ് കറിയും ചമ്മന്തിയും മോരുകറി തുടങ്ങി കുറേ ഐറ്റംസ് കാണാം. ഇത് കൊള്ളാലോ. നാളെ വരുമ്പോൾ നമുക്ക് അച്ചാർ കോപ്പി മുഴുവനുമായി എടുത്തുകൊണ്ട് വരാം. സേതി അവളുടെ പാത്രത്തിൽ നോക്കി പറഞ്ഞു. ഏയ്, അധികം കൊണ്ടുവന്നാൽ ശരിയാവില്ല. എല്ലാവർക്കും ഒരു പൊടിയേശ് കൊടുത്താലേ നാളേക്ക് വീണ്ടും കഴിക്കാൻ കൊതി നിൽക്കൂ. എന്നാലല്ലേ നമുക്ക് ഗുണമുള്ളൂ. നിനക്ക് എത്ര ഹോട്ടലുണ്ടെന്നാ പറഞ്ഞത്? സേതി ചിരിയോദിക്ക് ചോദിച്ചു. 3. ഇനി ജിതിനേട്ടൻ വേറെ തുടങ്ങിയോ ആവോ? അതിൻ്റെ ആവശ്യം വരില്ല. ഉള്ള 3 തന്നെ ധാരാളം. നീ കളിയാക്കിയതാണോ? കഴിക്കാനെടുത്തത് വായിൽ വെക്കാതെ നിള സേതിയെ നോക്കി. ഏയ്, അല്ലേ അല്ല. മോള് കഴിക്കി, എൻ്റെ കൈ ഉണങ്ങി. സാരമില്ല, നിനക്ക് വേഗം കെട്ടാൻ താല്പര്യമൊന്നുമില്ലല്ലോ. ആ പുണയിക്കോട്ടെ. നീ വേഗം കഴിച്ചേ നിളയെ. പിന്നെയും വായ അടയ്ക്കാതിരുന്ന നിളയെ ഒരുവിധം ആണ് സേതി കഴിപ്പിച്ചെണീറ്റത്. കൈ കഴുകാൻ ഒന്നിച്ചാണ് പോയതെങ്കിലും തിരിച്ചു വരുമ്പോൾ സേതി ഒറ്റയ്ക്കായിരുന്നു. അതെന്നും അങ്ങനെ തന്നെയാണ്. നിലയ്ക്കെന്നും ഇടയ്ക്ക് സംസാരിക്കാൻ ആളെ കിട്ടും. ഉച്ചയ്ക്ക് ശേഷം പ്രോബ്ലം പേപ്പേഴ്സ് ആയതുകൊണ്ട് നില ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിരുന്നു. തിയറി ക്ലാസ് ആണെങ്കിൽ ബോറടിച്ചവൾ സേതിയെ ചുരണ്ടി ചുരണ്ടി ഒരു വഴിയാക്കും. എടി, സാറ്റർഡേ പോകാൻ നിൻ്റെ ജിത്തേട്ടന് വരുമെന്ന് ഉറപ്പാണോ? ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നേരം നിള തിരക്കി. ആവോ, അറിയില്ല. ചോദിച്ചു നോക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ആളില്ലേലും നീ വരില്ലേ? നിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. ഞാൻ അമ്മമ്മയെ കൊണ്ടോ ആൻറ്റിയെ കൊണ്ടോ വിളിപ്പിക്കാടി. എന്നിട്ട് ജിത്തേട്ടൻ അറിഞ്ഞിട്ട് വേണം എൻ്റെ പുറമടിച്ചു പൊളിക്കാൻ. പിന്നെ അതിന് മാത്രമുള്ള ആളൊന്നും ഇല്ലേടി അങ്ങേര്. നീ വാ. നില അവളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കടന്ന് ഇറങ്ങുന്നേരം IT സെക്ഷനിലേക്ക് ഒന്ന് എത്തി നോക്കി. നീ എന്താ നോക്കുന്നത്? നിൻ്റെ സാറ് ഇറങ്ങുന്ന ടൈം ആയോ? ആവാറായിട്ടുണ്ട്. നില അവളെയും കൂട്ടി നടക്കുന്നേരം BCOMലെ പിള്ളേർ അവളെ കണ്ട് അങ്ങോട്ട് വിളിച്ചു. ദേ നിലേ, അവിടെ പോയി കത്തിവെച്ച് നിൽക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ പോകൂട്ടോ. അവളിൽ നിന്ന് കൈ വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് സേതി പറഞ്ഞു. ഇവരോട് കത്തിവെക്കാൻ ഇപ്പോൾ സമയമില്ല. വേറൊരാൾക്ക് പണി കൊടുക്കാനുണ്ട്. ആ കുട്ടികളോട് പിന്നെ കാണാമെന്ന് കൈകൊണ്ട് കാണിച്ചു നില സേതിയെയും വലിച്ചു ഗേറ്റിലേക്ക് ഓടി. കൈയൊന്ന് വിടുന്നില്ലേ, പയ്യെ പോയാൽ ചായയും വടയും മിസ്സാകുമെന്നേ. ആർക്കോ പണി കൊടുക്കാനുള്ള ഓട്ടമാണ് ഇതെന്ന് മാത്രം സേതിക്ക് മനസ്സിലായി. സാറേ, സാറേ. ഗേറ്റ് കടന്ന് നില ഉറക്കെ വിളിച്ചപ്പോൾ പണി ആർക്കെന്ന് സേതിക്ക് പിടികിട്ടി. റോഡിൻ്റെ 2 സൈഡിലുമുള്ള കുട്ടികൾക്കൊപ്പം വിശ്വജിത്തും അവൻ്റെ കൂടെയുള്ള പ്രജിനും തിരിഞ്ഞു നോക്കി. നിലയെയും സേതിയെയും കണ്ട് അവർ അവിടെ നിന്നു. സാറേ, ഒരു ചായ കുടിക്കാം. ദാ ആ കടയിൽ നല്ല മുരിഞ്ഞ വടയും കിട്ടും. പ്രജിൻ സാറിനും വേണ്ടേ? ആ ചോദ്യത്തിൽ ആരായാലും സമ്മതിച്ചു പോകും. പ്രജിൻ വേഗം തലയാട്ടി. വിശ്വജിത്ത് ചുറ്റും നോക്കി. കോളേജിലും കുട്ടികൾക്കിടയിലും അത്യാവശ്യം സ്ട്രിക്റ്റായി നിൽക്കുന്ന ആളാണ് വിശ്വജിത്ത്. അത്രയും അങ്ങോട്ടടുത്തിടപഴകുന്ന ഫ്രണ്ട്ലി ടൈപ്പുമല്ല. അതുകൊണ്ട് തന്നെ നിളയുടെ ഉറക്കെയുള്ള വിളിയും സംസാരവും കേട്ട് ചുറ്റുമുള്ള കുട്ടികൾ നോക്കുന്നുണ്ട്. അവൻ സേതിയെ നോക്കി കണ്ണുരുട്ടി. ജിത്തേട്ടൻ ഇനി നിളയെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കുഞ്ഞിലെ സൈക്കിളിന് പിന്നാലെ തല്ലാൻ ഓടിച്ചവൾ ഈ പ്രായത്തിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ഊഹിച്ചു നോക്ക്. സേതി ചിരിയടക്കി മനസ്സിൽ പറഞ്ഞു. വായോ. നില ചായക്കടയ്ക്ക് നേരെ നടന്നു. സേതി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി.
അവന് ദേഷ്യം വരുമോ എന്ന ചിന്തയും ഉണ്ടവൾക്ക്. സാറേ വരണില്ലേ? അവൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് നില ചോദിച്ചു. സേതി അവളെ നോക്കി വേണ്ടെന്ന് കണ്ണുകൊണ്ട് കിഞ്ചി. നില ചിരിയോടെ അവൻ അടുത്തേക്ക് ചെന്നു. മുറപ്പെണ്ണ് ഇവിടെ പഠിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ഹൃദയം തകരുന്ന ഏതേലും പെൺകുട്ടികൾ കാണോ സാറിൻ്റെ ക്ലാസ്സിൽ? നില ശബ്ദമടക്കി പതിയെ ചോദിച്ചതും വിശ്വജിത്ത് കണ്ണു മിഴിച്ചു. പ്രജിൻ ചുറ്റുമൊന്ന് നോക്കി. സേതി മുഖം കുനിച്ച് ചിരി ഒതുക്കി. അവൾക്ക് സന്തോഷമായി. ഇനി അവനായി ഒന്നും പറയേണ്ടി വരില്ല. നിലയായി ചികഞ്ഞെടുത്തോളും. ചായ ആ കടയിലാ. ഇരിക്കാൻ സ്ഥലം കിട്ടണമെങ്കിൽ പെട്ടെന്ന് വാ. നില നടന്നതും പോരെ എന്ന് കാണിച്ചു സേതിയും നടന്നു. ശാലിനിയെ ബസ് കയറ്റി വിട്ടിട്ട് റോഡ് ക്രോസ് ചെയ്തു വരുന്ന നേരമാണ് ചായക്കടയിലേക്ക് കയറിപ്പോകുന്ന നിളയെയും സേതിയെയും സനി കാണുന്നത്. അവർക്ക് പിന്നാലെ കടയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ നിലയ്ക്കും സേതിക്കും ഓപ്പോസിറ്റായി ഇരിക്കുന്നത് വിശ്വജിത്തും പ്രജിനുമാണ്. അവർക്കിടയിലേക്ക് കയറി ചെല്ലാൻ സനിക്ക് തോന്നിയില്ല. അവരെ കാത്തു നിൽക്കാൻ അവന് സമയമില്ലായിരുന്നു. അവൻ ചെന്നിട്ട് വേണം ജെയ്സിക്ക് തിരിച്ചു പോകാൻ. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ബസ് സ്റ്റോപ്പിലേക്ക് തിരിച്ചു നടന്നു. അല്ല, ഇതാരുടെ ചിലവാണ്? ഓർഡർ കൊടുക്കും മുന്നേ പ്രജിൻ തിരക്കി. ഞാനൊരു കാര്യം പറഞ്ഞാൽ വിശ്വസാർ സമ്മതിക്കുമോ? എന്നാൽ ചിലവൻ്റെ വക, അല്ലെങ്കിൽ ഫുൾ സാറിൻ്റെ വക. നില പറഞ്ഞത് കേട്ട് പ്രജിൻ വിശ്വജിത്തിനെ നോക്കി. ആദ്യം കാര്യം അറിയട്ടെ, എന്നിട്ട് പറയാം. വിശ്വജിത്ത് സേതിയെ ഒന്ന് നോക്കിയിട്ട് നിലയോട് പറഞ്ഞു. സേതി മുഖം ഉയർത്താതെ ഇരിപ്പാണ്. ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾ തമ്മിലായിക്കോ എന്ന ഭാവമാണ് അവൾക്ക്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മമ്മി വയ്യാതെ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് കാണാൻ പോകണം. സാറ് കൂടെ വരുമോ? ആർക്ക് പോകണം? വിശ്വജിത്തൊന്ന് ഊന്നി ചോദിച്ചു. എനിക്ക് പോകണം, ഒപ്പം സേതി കൂടി വേണം. അപ്പോൾ സേതിക്ക് കൂട്ടാണോ ഞാൻ? സേതിക്ക് കൂട്ട് ഞാനുണ്ട്, പക്ഷേ അവളുടെ അമ്മ സമ്മതിക്കില്ല. സാറ് കൂടി ഉണ്ടെങ്കിൽ സമ്മതിക്കുമല്ലോ. നില കുറച്ചുകൂടെ വിശദമാക്കി. അപ്പോൾ എങ്ങനെയാ തീരുമാനം പറ? ചായ പറയട്ടെ? പ്രജിൻ രണ്ടാളെയും നോക്കി. നീ ബില്ല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വിശ്വജിത്ത് പ്രജിനോട് തിരക്കി. ഒട്ടുമില്ല. എന്തായാലും ഞങ്ങളിൽ ഒരാൾ ബില്ല് പേ ചെയ്യും, അവൻ നിലയെ നോക്കി പറഞ്ഞു. അപ്പോൾ 4 ചായയല്ലേ? കഴിക്കാൻ എന്താ? സേതിക്ക് എന്താ വേണ്ടത്? പ്രജിൻ ചോദിച്ചത് കേട്ട് സേതി ഒന്ന് മുഖമുയർത്തി അവനെ നോക്കി. നില ചിരി അടക്കി. എനിക്ക് എന്തായാലും മതി. സേതി പെട്ടെന്ന് പറഞ്ഞിട്ട് നിലയെ നല്ലോണമൊന്ന് നോക്കി. ഈ മാരണത്തെ കൂടി എന്തിനു വിളിച്ചു എന്ന രീതിയിൽ. വട പറഞ്ഞാൽ മതി, വിശ്വജിത്ത് പ്രജിനോട് പറഞ്ഞു. പ്രജിന് എണീറ്റ് പോയതും വിശ്വജിത്ത് മുന്നിലിരിക്കുന്ന 2 പേർക്കും നേരെ തിരിഞ്ഞു. എന്തേലും ഉടായ്പ ഒപ്പിക്കാനാണോ? ഒരു ഉടായ്പുമില്ല. സനിച്ചേട്ടനെ അറിയില്ലേ? സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. ആളുടെ മമ്മീനെ കാണാനാണ്. വിശ്വജിത്ത് അറിയാമെന്നാണ് തല അനക്കി. എന്ന് പോകാനാണ് പ്ലാൻ? സാറ്റർഡേ. നില വീട്ടിൽ പോകുന്നില്ലേ? ഈ ആഴ്ച പോകണ്ടെന്ന് വിചാരിക്കുക. അവനൊന്നും പറയാതെ പ്രജിൻ വരുന്നത് നോക്കി 2 പ്ലേറ്റിലായി വടയും ചമ്മന്തിയും കൊണ്ടുവന്നു. പിന്നെ നിലയുടെ ശ്രദ്ധ അങ്ങോട്ടായി. വടയ്ക്ക് പിന്നാലെ ചായയും എത്തി. തുടരും. സ്നേഹത്തോടെ, അഭിനവി.